Hi, welcome back. ഇന്നത്തെ വീഡിയോയിൽ ഒരു വിപ്പിംഗ് ക്രീം കൊണ്ട് കവർ ചെയ്ത കേക്കിൽ എങ്ങനെയാണ് ഗോൾഡൻ ഇഫക്റ്റ് കൊണ്ടുവരിക എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന ഒരു 1/2 kg കേക്കാണ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് ചെറുതായിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു സ്പാച്ചുല എഫക്റ്റാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരുപാട് ഫിനിഷ് ചെയ്യുന്നില്ല. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് സ്പാച്ചുല എഫക്റ്റ് കൊടുക്കാം. അതുപോലെ തന്നെ കേക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കില്ല, അതിന് മുൻപ് വേണം നമുക്ക് ഈ സ്പാച്ചുല എഫക്റ്റ് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ കേക്ക് കംപ്ലീറ്റ് നമ്മൾ ഈ സ്പാച്ചുല കൊണ്ട് ഡിസൈൻ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആവണം. എന്നിട്ട് വേണം നമുക്ക് ഈ ഗോൾഡൻ എഫക്റ്റ് കൊടുക്കാനായിട്ട്. അതായത് മിനിമം 1 hour എങ്കിലും വയ്ക്കുക, മാക്സിമം പറ്റുമെങ്കിൽ ഒരു ഓവർനൈറ്റ് വയ്ക്കുക. അപ്പോൾ കേക്ക് നന്നായിട്ട് സെറ്റ് ആവും. അപ്പോൾ കേക്ക് കംപ്ലീറ്റ് ഈ ഡിസൈൻ കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സൈഡ്സൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. എപ്പോഴും ഒരു ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അല്ലെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും ടവലുണ്ടെങ്കിലും ക്ലീൻ ചെയ്യാം കേട്ടോ. അതിന് ശേഷം കേക്ക് നന്നായിട്ട് സെറ്റ് ആവാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഇതുകൊണ്ടാണ് നമ്മൾ സ്പ്രേ പെയിൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് നമ്മുടെ മാനുവൽ എയർ ബ്രഷാണ്. ഇതിപ്പോൾ എല്ലാ കേക്കിൻ്റെ പ്രോഡക്റ്റ്സ് കിട്ടുന്ന ഷോപ്പിലും അവൈലബിൾ ആണ്. പലയിടത്തും പല റേറ്റാണ്. ഞാനിത് 380 രൂപയ്ക്കാണ് വാങ്ങുന്നത്. 150 രൂപയാണ്. അതുപോലെ തന്നെ നമുക്കിത് ഓൺലൈനിലും അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നത് ആമസോണിലും ഇത് അവൈലബിൾ ആണ്. പിന്നെ മെയിനായിട്ട് ഒരു പമ്പാണുള്ളത്. നമുക്കിങ്ങനെ താഴോട്ട് വലിക്കുമ്പോഴത്തേക്കാണ് സ്പ്രേ പെയിൻറ്റിങ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇതിലൊരു ചെറിയ കണ്ടെയ്നറുണ്ട്. അതിലാണ് നമ്മൾ ഈ കളർ അല്ലെങ്കിൽ നമ്മുടെ ജെൽ കളർ അല്ലെങ്കിൽ നമ്മുടെ ഡസ്റ്റ് ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഊരിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിലൊരു ചെറിയ ട്യൂബും ഉണ്ട്. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഊരിയെടുക്കാനായിട്ട് പറ്റും. യൂസ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. ഒരു നോർമൽ എയർ ബ്രഷ്, അതായത് നമ്മളൊരു 6000 രൂപ കൊടുത്തൊരു എയർ ബ്രഷ് വാങ്ങുന്നതിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടും ഇത് തന്നെയാണ് നല്ലത്. വളരെ സിമ്പിളാണ്. അതുപോലെ നമുക്കിത് പാർട്സൊക്കെ ഇളക്കി എടുക്കാനും വളരെ സിമ്പിളാണ്. ഇനി നമുക്കിതിൽ ലസ്റ്റർ ഡസ്റ്റ് യൂസ് ചെയ്യാം. അതായത് കോപ്പർ കളർ വേണമെങ്കിൽ അത് സിൽവറോ അല്ലെങ്കിൽ ഗോൾഡൻ കളറും യൂസ് ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഗോൾഡൻ കളറാണ്. അതുപോലെ തന്നെ എനിക്കൊരു അബദ്ധവും പറ്റി. അതായത് ഞാൻ ഈ ഗോൾഡൻ കളർ എടുത്തിട്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു. അതായത് ഞാൻ ഒരുപാട് ലൂസാക്കി. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസാക്കി കളയല്ലേ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഇവാപ്പറെക്സ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ടാണ് ഞാൻ വെള്ളം യൂസ് ചെയ്തത്. അപ്പോൾ എപ്പോഴും കുറച്ച് തിക്കായിട്ട് എടുക്കാൻ നോക്കുക, ഒരുപാട് ലൂസാക്കല്ലേ. ഇനി നമുക്ക് ആ മിക്സ് ഈ കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിത് ഒരുപാട് ലൂസ്, അതായത് ഒരുപാട് വെള്ളം ചേർത്താണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ നമ്മളിത് കേക്കിലോട്ട് സ്പ്രേ ചെയ്യുമ്പോഴത്തേക്ക് വെള്ളം കേക്കിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചിറങ്ങാനായിട്ട് തോന്നും. അതാണ് എനിക്ക് പറ്റിയൊരു വലിയ അബദ്ധം. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും, ഞാനത് ഒരുപാട് ലൂസായിട്ടുള്ള മിക്സാണ് ഇതിലോട്ട് സ്പ്രേ ചെയ്തത്. അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് വന്നപ്പോൾ ഇത് ഭയങ്കര ലൂസായിപ്പോയി. അത് കാരണം എനിക്കൊരു കൺട്രോൾ കിട്ടുന്നില്ലായിരുന്നു. ഇത് എടുക്കുമ്പോഴേ അതൊന്നിങ്ങനെ ആ ലിക്വിഡ് ഇങ്ങനെ സൈഡിൽ കൂടെ ഒക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ചും കൂടെ തിക്കായിട്ട് എടുത്തു. അതായത് കുറച്ച് കൂടുതൽ പൗഡർ എടുത്തിട്ട് വളരെ കുറച്ച് വെള്ളം മിക്സ് ചെയ്ത്, വെള്ളവും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത്, അപ്പോൾ എനിക്ക് കറക്റ്റിന് കിട്ടി. പിന്നെ അപ്പം
ഫൈനൽ ലുക്ക് അത്യാവശ്യം നന്നായിട്ട് കിട്ടി. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഇതിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ക്രീം കാണാൻ പറ്റുന്നുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാനിപ്പോൾ ഇവിടെ സ്പാച്ചുല ഡിസൈനാണ് ചെയ്തത്. അപ്പം നിങ്ങളിപ്പോൾ നോർമലായിട്ട് ഫിനിഷ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ഗോൾഡൻ എഫക്റ്റ് കൊടുക്കുന്നതെങ്കിൽ കംപ്ലീറ്റ് ഗോൾഡൻ കളറിലിരിക്കും. ഇതിപ്പോൾ ഞാൻ ഈ സ്പാച്ചുല എഫക്റ്റ് കൊടുത്ത കാരണമാണ് ഇടയ്ക്കിടയ്ക്ക് വൈറ്റ് കളർ കാണുന്നത്. പക്ഷേ അതൊരു പ്രത്യേക ഭംഗിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബേസ് കളർ, അതായത് ഈ ക്രീമിലോട്ട് വേറെ എന്തെങ്കിലും കളറും കൂടി ആഡ് ചെയ്തിട്ട് ഈ നമ്മുടെ മുകൾ ഭാഗത്ത് മാത്രമായിട്ട് ഗോൾഡൻ കളർ കൊടുക്കാം. ഗോൾഡൻ എന്നല്ല, എന്ത് കളർ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മളിത് സ്പ്രേ പെയിൻറ്റിങ് ചെയ്ത ഉടനെ തന്നെ മൊത്തത്തിൽ നമുക്കൊരു വെള്ളം ഉള്ളതുപോലെ തോന്നും. പക്ഷേ അത് സാരമില്ല, നമ്മൾ നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾ നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടും ഈ ഒരു മാനുവൽ എയർ ബ്രഷ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് വാങ്ങിച്ച് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ.